സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് 5 ലക്ഷം പട്ടയങ്ങൾ കൊടുത്തു തീർക്കുമെന്ന് മന്ത്രി കെ രാജൻ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മലപ്പുറം, തൃശൂർ ജില്ലകളുടെ അവലോകന യോഗത്തിനു ശേഷം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. 2026-ൽ പ്രോപ്പർട്ടി കാർഡ് നിലവിൽ വരുമെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിനുള്ളിൽ 5 ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി 1.5 ലക്ഷം പട്ടയം കൂടി നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. 1,80,877 പട്ടയങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഇതിനകം വിവിധ ചട്ടങ്ങളിലും നിയമങ്ങളിലും ഉൾപ്പെടുത്തിക്കൊണ്ട് വിതരണം ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഇനി 1,20,000 പട്ടയങ്ങൾ കൂടി വിതരണം ചെയ്യണം എന്ന ടാർഗറ്റാണ് ഒരു വർഷക്കാലത്തിനുള്ളിൽ 3 ഘട്ടങ്ങളായി വിതരണം ചെയ്യാൻ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് നിഷ്കർഷിച്ചിട്ടുള്ളത്. കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ജൂബിലി ഹാളിൽ നടന്ന റവന്യൂ മേഖലാ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. റവന്യൂ വകുപ്പിന് കീഴിലെ എല്ലാ സേവനങ്ങളും സ്മാർട്ടാക്കുകയെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി 2026 ജനുവരി ആകുമ്പോഴേക്കും ATM കാർഡ് മാതൃകയിൽ പ്രോപ്പർട്ടി കാർഡ് എല്ലാവർക്കും വിതരണം ചെയ്യും. ഒരു വ്യക്തിയുടെ വസ്തുവിന് അകത്തുള്ള കെട്ടിടങ്ങൾ, നികുതി, ഭൂമിയുടെ തരം, വിസ്തൃതി തുടങ്ങിയവ ഉൾപ്പെടെ ഭൂമിയുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങളും വിശദാംശങ്ങളും രേഖപ്പെടുത്തുന്ന കാർഡാണ് നിലവിൽ വരിക. ഈ കാർഡിലേക്ക് ഉൾക്കൊള്ളിക്കാവുന്ന മറ്റു വിവരങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് റവന്യൂ വകുപ്പെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് നയത്തിന്റെ ഭാഗമായി 438 വില്ലേജുകളിൽ ഡിജിറ്റൽ റീസർവേ നടന്നുവരികയാണ്. സർവേയുടെ 3ാം ഘട്ടം ഫെബ്രുവരി 14 ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. എൻ്റെ ഭൂമി ഇന്റഗ്രേറ്റഡ് പോർട്ടൽ പരിധിയിൽ 1000 വില്ലേജുകളിൽ ഈ വർഷം അവസാനമാകുമ്പോഴേക്കും പ്രവർത്തനക്ഷമമാക്കുന്ന പ്രവൃത്തികളാണ് നടന്നുവരുന്നത്. കേരളത്തിലെ ഡിജിറ്റൽ റീസർവേ രാജ്യത്തിന് മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. ഭൂമി തരമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വേഗത്തിലാക്കും. 25 സെന്റ് വരെ സൗജന്യമായി വിതരണം ചെയ്യുന്ന ഭൂമിക്ക് പ്രത്യേക സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തയ്യാറാക്കി ലൈഫ് പദ്ധതി പ്രകാരം വീട് വയ്ക്കുന്നവർക്ക് പ്രത്യേക അനുവാദം നൽകി ഡാറ്റാ ബാങ്കുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് ഭൂമി സംബന്ധമായ വിഷയങ്ങൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് അവലോകന യോഗം ചേർന്നത്. ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ എ കൗശികൻ, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു, റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീത തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മലപ്പുറം, തൃശൂർ ജില്ലകളുടെ അവലോകനമാണ് നടന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.